അല്ല, നിങ്ങളെപ്പോഴാ വന്നത്? സർ, എഴുത്തിലെ പുറകെ വന്നതാ. വായില്ലാത്ത പ്രാണിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ എന്ത് വർത്താനമാ പറഞ്ഞിട്ട് പോയെന്ന് കേട്ടില്ലേ? വെറും സംസാരം മാത്രമല്ല സർ, വസുവടുത്തിയുടെ കൈ നല്ല പവർഫുള്ളാ. കാർത്തിക് ഇപ്പൊ നല്ല കനത്തി കിട്ടിയുള്ളൂ. അതിപ്പോ അങ്കിളിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും MLA സാറിനോട് പറയണ്ടേടി. പറയണോ അനിയ? എന്നാലല്ലേ MLA സാറ് സൂക്ഷിച്ചിരിക്കുള്ളൂ. വസു മാഡത്തിന്റെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കും. ഒന്നും മിണ്ടായിരിക്കണോ? നിന്റെ ചേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. എങ്ങനെ ജാമ്യം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞങ്ങൾ ഇവിടെ നിൽക്കാം അങ്കിൾ. ഞങ്ങൾ വന്ന കാര്യം വസുവേട്ടത്തെ അറിയണ്ട. എന്താ വീണ്ടും ഇവിടേക്ക്? ലോയറിനെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞില്ലേ, അതാ വന്നത്. ലോയർ ഉണ്ടായിട്ട് എന്താ കാര്യം? അഭിരാം സാറിന് ജാമ്യം വേണം. ജാമ്യം നൽകേണ്ടത് കോടതിയാണ് വക്കീൽ സാറേ. അറിയാം സർ, സ്റ്റേഷൻ ജാമ്യം കൊടുക്ക്. സ്റ്റേഷൻ ജാമ്യം വേണമെങ്കിൽ ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പദവിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരാളോ ഇയാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കണം. അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഇവിടേക്ക് വിളിച്ചോണ്ട് വാ. എന്നിട്ട് ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ട് തരട്ടെ. അപ്പൊ സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാം. എനിക്ക് ബെയിൽ കൊടുക്കാൻ പാടില്ലെന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനം എടുത്തിരിക്കുന്ന പോലെ ഉണ്ടല്ലോ SI സാറേ. ഞാനെങ്ങനെ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് തിരിച്ച് പണി കിട്ടുമെന്ന് പേടിച്ചിട്ടാണോ? ഭയം ഉണ്ടല്ലേ? എനിക്കങ്ങനെ ഭയമില്ല. ഞാൻ നിയമം പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനൊരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആണ്. ആ പദവി പോരെ നിങ്ങൾക്ക്? പറ്റില്ല സാർ. നിങ്ങൾ ഗവൺമെന്റ് അഡ്വക്കേറ്റ് അല്ലല്ലോ. വസുന്ധര, നിങ്ങൾ വീട്ടിലേക്ക് വെക്കോ. ഈ കാര്യങ്ങളെല്ലാം ഞാൻ കോർട്ടിൽ ഫേസ് ചെയ്തോളാം. നീ കോടതിയിൽ പോകുന്നതിന് ഇനി 3 ദിവസം സമയമുണ്ട് അഭിറാം. വെറുതെ എന്തിനാ 3 ദിവസം സ്റ്റേഷനിലിരിക്കുന്നേ? ദേ നോക്കുമോളെ വസു, നിന്റെ അവസ്ഥ കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. പാവം അഭിറാമിന്റെ ഭാര്യ പ്രതീക്ഷയോടെ വന്നിരിക്കുക. എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നിന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുത്താലോന്നാ. നിന്റെ ഭർത്താവിന് സ്റ്റേഷൻ ജാമ്യം ഞാൻ കൊടുക്കാം മോളെ. പക്ഷേ അതിന് പകരമായി PA സാർ, ഈ ഡോക്യുമെന്റ്സിൽ നിന്റെ ഭർത്താവ് ഒരു കയ്യൊപ്പിട്ട് കഴിഞ്ഞാൽ ഈ കേസ് തന്നെ ഞാൻ ഇല്ലാതാക്കും മോളെ. പ്രോമിസ് മോളെ, എന്നാണ് സത്യം. ഞാൻ മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെ അല്ല മോളെ. കയ്യൊപ്പ് വാങ്ങി താ മോളെ. ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാ. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഞാനൊരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാ. മോൾ ഒപ്പിട്ട് വാങ്ങിച്ചതാ.
വസുവേട്ടത്തി അതിൽ ഉപ്പ് വാങ്ങി കൊടുക്കുവൊക്കെ. ഏട്ടന് ഒരിക്കലും സമ്മതിക്കില്ല. എന്തിനാ മോളെ ഇത്രയും ആലോചിക്കുന്നേ? ചെല്ലു മോളെ, പോയി ഭർത്താവിന്റെ കയ്യൊപ്പ് വാങ്ങിട്ട് വാ. ഇപ്പൊ തന്നെ നിന്റെ ഭർത്താവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇനി സ്റ്റേഷനിലോ കോടതിയിലോ ഒന്നും വരേണ്ട ആവശ്യമേ ഇല്ല. എന്താ പിയെ അങ്ങനെ നോക്കുന്നേ? അടി വീഴുക എന്തോ, കുറച്ച് പറയിലോട്ട് തന്നോ. എന്താ മോളെ മിണ്ടാതെ നിൽക്കുന്നേ? പോയി വാങ്ങിട്ട് വാ. എന്താ മോളെ, നീ എന്തായി ചെയ്തത്? ഡോക്യുമെന്റ്സ് എല്ലാം കീറിക്കളഞ്ഞോ? ഇനിയും മനസ്സിലായില്ല MLA സാറേ. പേപ്പർ കീറിക്കളഞ്ഞ സ്ഥാനത്ത് കാരണത്ത് അടി വീഴേണ്ടതായിരുന്നു. അങ്ങനെ സംഭവിക്കാത്തതിൽ സന്തോഷിക്കും. എന്നെ അടിക്കുമെന്നോ? എന്റെ ഭർത്താവ് തന്നില്ലേ, ഇനി എന്റെ കൈ കൊണ്ട് വാങ്ങണമെന്നാണോ? കടലെറിഞ്ഞു കൊടുത്താ കൊരങ്ങൻ വരുമായിരിക്കും, പക്ഷെ സിംഹം വരില്ല. നിങ്ങൾ പറയുന്ന കള്ളങ്ങൾക്കും പ്രവർത്തികൾക്കും ഞാനും എന്റെ ഭർത്താവ് വീഴില്ല. ഒന്ന് പോവാൻ നോക്ക്. പോന്നു. നിന്റെ ഭർത്താവിനെ ആര് ജാമ്യത്തിൽ ഇറക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. വസുന്ധര, MLA സാറ് നിന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടാതെ ഇവിടുന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നല്ല വൃത്തിയായിട്ട് കൊടുത്തോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്തിനാ സാറേ? ചിലപ്പോൾ അടിച്ചെന്നും വരും. നമ്മളെ മാനം പോകും സാറേ. നിങ്ങൾ എനിക്ക് തന്നെ പണി തരുവാണല്ലേ? നിങ്ങളെ ഞാൻ കണ്ടോളാം. നിന്റെ ഭർത്താവിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഏട്ടനെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് പോകാം. ഓ സാർ. ആ. മൂന്ന് ദിവസം സ്റ്റേഷനിൽ എങ്ങനെ കഴിയാനാ ഏട്ടാ? ഏട്ടന്റെ പരിചയത്തില് ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ പറയൂ. ഏട്ടന് ജാമ്യം നിൽക്കാൻ വേണ്ടി ഞാൻ പോയി അവരോട് സംസാരിക്കാം. കഷ്ടപ്പാടിലിരിക്കുന്നവർക്ക് നമ്മൾ സഹായം ചെയ്യുന്നതല്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് ആരോട് ഹെൽപ്പ് ചോദിക്കാൻ പാടില്ല വസുന്ധരെ. അത് സത്യം ഏട്ടാ. പക്ഷെ ഏട്ടൻ ഇങ്ങനെ കാണുന്നത് എനിക്ക് വളരെ വിഷമം തോന്നുക. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ധൈര്യത്തോടെ ഇരിക്കേണ്ടത്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ സത്യസന്ധത തന്നെ നമ്മളെ രക്ഷിക്കും. പക്ഷേ ആ MLA നമ്മളോട് പ്രതികാരം ചെയ്യാ. ഏട്ടൻ ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടിട്ട് അയാൾ ശപഥം എടുത്തിരിക്കുക. ഇപ്പൊ എന്താ ചെയ്യാ? എത്ര ഉയരത്തിൽ പറക്കുന്ന കഴുകനായാലും നല്ലൊരു കൊടുങ്കാറ്റ് വന്നാൽ തീർച്ചയായും നിലം പതിക്കും. MLAയുടെ അധികാരവും അഹങ്കാരവും പണക്കൊഴുപ്പും എല്ലാം ചവിട്ടി താത്തുന്നതിനാ നമുക്കും ഒരു അവസരം തീർച്ചയായിട്ടും കിട്ടും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ഇത് കുറെ നേരം ആയല്ലോ, പോവാൻ നോക്ക്. നടക്കേ. ആരാ ഇവൻ? ആരാണെന്നറിയില്ല സാർ. ഈ സഞ്ചിയും തൂക്കി റോഡിൽ സംശയകരമായ രീതിയിൽ നടക്കുന്ന കണ്ടു സാർ. സഞ്ചിയിൽ എന്താ ഉള്ളത്? നാടൻ ബോംബാണ് സാർ. നാടൻ ബോംബോ?
എന്നാ ഞാൻ പോവാ ഏട്ടാ. വേറെ എന്തെങ്കിലും വഴി ജാമ്യം കിട്ടുമെന്ന് ഞാൻ ലോയർ സാറിനോട് സംസാരിച്ച് നോക്കട്ടെ. ഒരു മിനിറ്റ് നിൽക്കി വസുന്ധര. ഡാ, നിനക്കെവിടെ നടാ ഈ നാടൻ ബോംബ്? നീയാണോ ഉണ്ടാക്കിയത്? ഇല്ല സാർ, ആരോ റോഡരികില് ഈ സഞ്ചി വെച്ചിട്ട് പോയതാ സാർ. സഞ്ചിയിൽ എന്താണെന്ന് ഞാൻ തുറന്നു നോക്കിയതാ. ഇത് നാടൻ ബോംബാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. അപ്പോഴേ ഈ കോൺസ്റ്റബിൾ സാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്താടാ കള്ള കഥയുണ്ടാക്കുന്നോ? ഇവനകത്തേക്ക് കൊണ്ടുപോയി ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കേ. ഓക്കെ സർ. സാർ എനിക്കൊന്നും അറിയില്ല സാർ. വാടാ ഇങ്ങോട്ട്. സാർ പ്ലീസ് സാർ, എനിക്കൊന്നും അറിയില്ല സാർ, പ്ലീസ്. ഈ ബോംബുകളെല്ലാം ഞാൻ എന്ത് ചെയ്യണം സർ? പുറത്ത് വെച്ചേക്ക്. അത് പൊട്ടിയാലോ സർ? ഒരു കുഴിയിലിട്ട് മൂടണോ? അതും ഞാൻ പറഞ്ഞു തരണോ? ശരി സർ. എന്താ ഏട്ടാ എന്നോട് നിക്കാൻ പറഞ്ഞേ? പറയാം വസുന്ധര. നിങ്ങൾ ഇതുവരെ പോയില്ലേ? എത്ര സമയം നിന്നാലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് കോടതിയിലേക്ക് വാ. ഇപ്പൊ പോ നോക്ക്. നമസ്കാരം നമ്പ്യാർ സാർ. എന്താ സാറ് സ്റ്റേഷനിലേക്ക്? എന്താ ഒന്നും അറിയാത്തവരെ സംസാരിക്കുന്നത്? 10 വർഷം ഭരണപക്ഷത്തുണ്ടായിരുന്നു, ഇപ്പൊ പ്രതിപക്ഷത്താ ഉള്ളത്. വരുന്ന ഇലക്ഷനില് വീണ്ടും ഭരണപക്ഷത്ത് വരും. അങ്ങനെയുള്ളപ്പോ എന്റെ ആളെ താ അറസ്റ്റ് ചെയ്യുവോ? എന്ത് ധൈര്യമുണ്ട് തനിക്ക്? ഇല്ല സാർ, അയാള് പ്രശ്നം ഉണ്ടാക്കിയിട്ടാ. ഇല്ല സാർ, ആ SI കള്ളം പറയുകയാണ്. വെറുതെയാണ് എന്നെ തടയിൽ വെച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് എന്റെ ആളിനെ പുറത്തേക്ക് വിട്, അല്ലെങ്കിൽ തനിക്ക് യൂണിഫോം ഉണ്ടാവില്ല. സാർ അത് FIR ഫയൽ ചെയ്തു സാർ. കോടതിയിൽ ഹാജരാക്കണം. എന്നെ റൂൾസ് പഠിപ്പിക്കുകയാണോ? കോടതി എനിക്ക് പുതിയതൊന്നുമല്ല. തന്റെ കോൺസ്റ്റബിൾസിനെ വെച്ച് തന്നെ എൻകൗണ്ടർ ചെയ്യും പറഞ്ഞേക്കാം. സോറി സാർ, ഒരു 2 മിനിറ്റ്. ചെറിയ ഫോർമാലിറ്റീസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ആളെ പറഞ്ഞേക്കാം. പെട്ടെന്നാകട്ടെ. ഓക്കെ സാർ. കോൺസ്റ്റബിൾ, നന്ദിയുണ്ട് സാർ. വാ. വസുന്ധര, അയ്യോ, അത് വലിയ റിസ്ക് അല്ലേ ഏട്ടാ? ഞാൻ പുറത്തു വരണമെങ്കിൽ വേറെ ഒരു വഴിയില്ല വസുന്ധര. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ശരി ഏട്ടാ. ഗുഡ് ലക്ക്. അന്ന് നിന്റെ ചേട്ടൻ അഭിറാമ എന്റെ കരണത്ത അടിച്ചത്. ഇന്ന് നിന്റെ ചേട്ടത്തി വസുന്ധര ആ ഡോക്യുമെന്റ്സ് കീറി എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. മുഖത്തടിക്കുന്നതും മുഖത്തെറിയുന്നതും ഒരു പ്രാവശ്യം കിട്ടുന്നത് ആദ്യമാണ് സാർ. സാറായതുകൊണ്ടാണ് ഇതൊക്കെ സഹിക്കുന്നത്. സാറിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ. ഒന്നാമത് ഞാൻ ദേഷ്യത്തില. ഈ സമയത്ത് ഇങ്ങനെയുള്ള കൗണ്ടർ പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. എന്റെ അഭിയേട്ടൻ ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു സാർ. വസുവേട്ടത്തിക്ക് വേണ്ടി ഞങ്ങൾ സോറി പറയാം അങ്കിൾ. നിങ്ങളുടെ സോറി ആർക്ക് വേണം? എനിക്ക് വേണ്ടത് അവന്റെ കയ്യൊപ്പ. ആ അഭിറാമിനെ കൊണ്ട് കയ്യൊപ്പ് ഇടിക്കണം. അഭിരാമിന്റെ സ്വത്ത് മുഴുവൻ അടിച്ചെടുക്കാൻ വേണ്ടി 24 മണിക്കൂർ തപസ്സുകൊണ്ടിരിക്കുക അയാള്. അവനാണ് പിടിവാശിക്കാരനെന്ന് കരുതിയപ്പോ അവന്റെ ഭാര്യ അതിലും വലിയ പിടിവാശിക്കാരിയാണ്. എല്ലാ പേരും ഇതുപോലുള്ള കപ്പിൾസ് അല്ല സാർ, നല്ല ആടി തരുന്ന കപ്പിൾസും ഉണ്ട് സാർ.
ഞങ്ങളെ പറ്റി എന്തിനാ നിങ്ങൾ പറയുന്നത്? എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറയും. അതെ അങ്കിൾ, അങ്കിൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാം. നിങ്ങൾ തന്നെ ചെയ്തേ പറ്റൂ. എന്താ ചെയ്യേണ്ടത് സാർ? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അഭിയേട്ടന് ഒരിക്കലും സൈൻ ചെയ്യില്ല. അത് നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്കും അറിയാം. ആരെ കൊണ്ട് പറ്റുമെന്ന് പറയൂ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നിന്റെ അമ്മായി അച്ഛനെ കൊണ്ടും അമ്മായിയെ കൊണ്ടും പറ്റും. എന്റെ അച്ഛനോ അമ്മയോ? അതെ. അവരെ നിങ്ങൾ സമ്മർദ്ദത്തിലാക്കണം. അഭിറാമിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? കയ്യൊപ്പിട്ടില്ലെങ്കിൽ ആ അഭിറാം ജയിലിനകത്ത് തന്നെ കിടക്കേണ്ടി വരില്ലേ? വസുന്ധരയും കുട്ടികളും തെരുവിലിറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്ത്. അപ്പോ അവര് തന്നെ അഭിറാമിന്റെ ഒപ്പ് വാങ്ങിത്തരും. അമ്മ ചിലപ്പോ ഭയപ്പെടുമായിരിക്കും അങ്കിൾ, പക്ഷെ അച്ഛൻ അങ്ങനെയല്ല. അതെ സാർ, എന്റെ അച്ഛൻ ഇതിനേക്കാളും പിടിവശക്കാരനാ. ഞാൻ പറഞ്ഞ കേക്കില്ല, വിശ്വസിക്കുകയില്ല. പ്രായമായ ആൾക്കാരോട് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് വിശ്വസിക്കില്ല? കേൾക്കും. പോയി പറഞ്ഞു നോക്ക്. അഭിറാം വലിയ അപകടത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന് ചെന്ന് പറയ. ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറ. അപ്പൊ നമ്മുടെ വഴിക്ക് വരികയും ചെയ്യും, ഒപ്പ് വാങ്ങുകയും ചെയ്യും. അപ്പോ ഞങ്ങളുടെ കാര്യം എന്താ മോളെ? അതെ സാർ, അവരുടെ വിദേശ യാത്രയെ പറ്റി. നിങ്ങളത് വീണ്ടും എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അഭിറാം ജയിലിലേക്കും നിങ്ങൾ ഫോറിനിലേക്കും പോകുന്നത് കൺഫേം. താങ്ക്സ് അങ്കിൾ. താങ്ക് യു സാർ. അഭിറാം എന്റെ കരണത്തടിക്കുകയും നിന്റെ ചേട്ടത്തി എന്റെ മുഖത്തേക്ക് പേപ്പർ വലിച്ചെറിയുകയും ചെയ്തിട്ട് ഇതിന് പലിശ സഹിതം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് മുരളീധരൻ എന്നല്ലടാ. നമസ്കാരം സാർ. ആരാ നിങ്ങള്? സാറിന്റെ ഫാനാ. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഞാൻ സാറിന് തന്നെയാ വോട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ സാറ് തോറ്റുപോയി. നല്ല വിഷമമുണ്ട് സാർ. ചില സമയങ്ങളിൽ ന്യായവും ധർമ്മവും ഒക്കെ തോൽക്കും. നീ പേടിക്കണ്ട. അടുത്ത ഇലക്ഷനിൽ നമ്മുടെ കക്ഷിയെ ജയിക്കൂ. നമ്മൾ ഭരണത്തിൽ വരികയും ചെയ്യും. നല്ല കാര്യം പറഞ്ഞത് സാർ. ഒരുപാട് സന്തോഷം. പോയിട്ട് വരട്ടെ, ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ശരി സാർ.
ഏതോ പുതിയ നമ്പറിൽ നിന്നാണല്ലോ കോള്. ഹലോ, ആരാ? എന്റെ പേര് വസുന്ധര എന്നാ സാർ. ഞാനിവിടെ ഗാന്ധിനഗറിൽ നിന്നാ വിളിക്കുന്നത്. പറഞ്ഞോളൂ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്പ്യാർ സാറിനെ കൊല്ലാനായിട്ട് അദ്ദേഹത്തിന്റെ ശത്രുക്കളെ പ്ലാൻ ചെയ്തിരിക്കുക. നമ്പ്യാർ സാർ സഞ്ചരിക്കുന്ന കാറില് അവര് ബോംബ് വെച്ചിരിക്കുക. ഈ കാര്യം നമ്പ്യാർ സാറിനെ അറിയിച്ച് സാറിനെ രക്ഷിക്കണം സാർ. ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിപ്പോ വലിയ പ്രധാനമല്ല. നമ്പ്യാർ